ഗൈസ്, കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. അപ്പൊ നോക്കിയപ്പോൾ നമ്മുടെ സ്കിന്നും ഒട്ടും ശരിയല്ല, ഹെയറും ശരിയല്ല. അപ്പൊ എല്ലാം കൂടെ സെറ്റാക്കാം. ഞാനും അച്ഛനും അമ്മയും 1-2 വർഷമായിട്ട് ഹാളിലാണ് കിടക്കാറ്. അപ്പൊ രാവിലത്തെ എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് എണീക്കുന്നുണ്ട് ഇതെല്ലാം മടക്കി വെക്കാം. മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ പോയിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫേസ് വാഷ് ആണ് ഞാൻ റീസെന്റ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഫേസ് വാഷ് ആണ്. ടാൻ ഒക്കെ നല്ല രീതിക്ക് കുറയ്ക്കും. പ്രൊമോഷൻ ഒന്നുമല്ല, എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എന്റെ മുഖം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ രാവിലെ എണീറ്റ 2-3 തുമ്മൽ അത് നിർബന്ധമാണ്. അതേപോലെ എനിക്ക് നിർബന്ധമാണ് രാവിലെ ഒരു ഇളം ചൂടുവെള്ളം. ഇന്ന് അത്യാവശ്യം പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. എല്ലാ ദിവസവും ഞാൻ രാവിലെ തൂത്തുവാരിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പൊ ചെന്ന് നോക്കിയപ്പോൾ സിങ്കിൽ നിറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കഴുകി വെച്ചിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അതെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അമ്മ ഉച്ചക്കത്തേക്ക് നല്ല ചാറുകറി വെച്ചേക്കുന്നു. ഞാൻ എന്തെങ്കിലും വിചാരിച്ചു രാവിലെ തന്നെ ചോറാക്കിയേക്കാന്ന്. അപ്പൊ എന്റെ ഫേവറേറ്റ് കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചട്ടി ചൂടാവുന്ന സമയത്ത് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തൂത്തുവാരി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ചൂടായ എണ്ണയിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് അതിൽ കിഴങ്ങ് ഇട്ടിട്ട് മെഴുക്കുവരട്ടി വെക്കുന്നതാണ് ഇഷ്ടം. ആൻഡ് എന്നെ അടുത്തറിയാവുന്നവർക്ക് നല്ല രീതിക്ക് അറിയാം ഞാനും കിഴങ്ങും തമ്മിലുള്ള ആത്മബന്ധം. കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ ഞാൻ എന്തോരം ചോറ് വേണമെങ്കിലും അകത്താക്കും. രാവിലെ പിന്നെ എനിക്ക് ചോറ് കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. പണ്ട് തൊട്ടേ എനിക്ക് ചോറ് തന്നെയാണ്, നല്ല കറികൾ ഉണ്ടെങ്കിൽ രാവിലെ കഴിക്കാനായിട്ട് ഇഷ്ടം. ആകെ ഒരു പ്രശ്നമുള്ളൂ, രാവിലെ ഞാൻ ചോറാ കഴിക്കുന്നെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കില്ല, പിന്നെ രാത്രിയിലെ ചോറ് കഴിക്കും. താഴെ ഇരുന്നാണ് ഞാൻ വീട്ടിൽ സാധാരണ ഫുഡ് കഴിക്കാറ്. പക്ഷെ എനിക്ക് ആകെ ഒരു നിർബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് TV കണ്ടാലേ ഫുഡ് കഴിക്കാൻ പറ്റൂ. ആ ഇച്ചിരി മാങ്ങാച്ചാറും കിഴങ്ങ് മെഴുക്കുവരട്ടിയും വെള്ളരിക്കാച്ചാറ് കറിയും ഇച്ചിരി വെള്ളരിക്കയും കൂടെ എടുത്ത് കുഴച്ച് അതങ്ങോട്ട് കഴിക്കുന്ന സുഖം ഒരു വേറെ ഫുഡിന് നമുക്ക് തരാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഈ രാവിലെ ചോറ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ. കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഹെയർ കെയർ ചെയ്യണമെന്ന്. അപ്പോൾ കുറച്ച് ഫ്ലാക്സ് സീഡ് ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങ് ജെല്ലാക്കിയേക്കാന്ന് വിചാരിച്ചു. ഫ്ലാക്സ് സീഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹെയറിൽ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്ന ആളായിരുന്നു, ഞാനത് ഷോർട്ട് ഹെയർ ആക്കിയതാണ്. എനിക്ക് നല്ല ലെങ്തി ഹെയർ തന്നെയായിരുന്നു. എല്ലാവരെയും ഞെട്ടിച്ചതും അതേപോലെ തന്നെ എല്ലാവരെയും വഴക്ക് എനിക്ക് കിട്ടിയത് ഈ ഒരൊറ്റ കാരണത്തിനാണ്. ഞാൻ ഈ മുടി വെട്ടിക്കളഞ്ഞതിന് ഇപ്പൊ 3 വർഷത്തോളമായി. എനിക്ക് ഒട്ടും റിഗ്രറ്റ് തന്നെയില്ല. ഞാൻ ഈ ബാക്കി വന്ന ഫ്ലാക്സ് സീഡ് മുഖത്തെടുത്ത് തേക്കുകയും ചെയ്തു കേട്ടോ, ജെല്ല്. ഇന്നലെ നടക്കാനായിട്ട് പോയപ്പോൾ നമുക്കൊരു കിളിക്കൂട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കൈ കിട്ടിയപ്പോൾ തൊട്ട് എനിക്ക് വീട്ടിൽ കൊണ്ട് തൂക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ സാഹസികമായി ഏണിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ കിളിക്കൂട് ഇവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നേ. ഇനി ഒരു കിളിച്ചേട്ടനും ഫാമിലി ഇവിടെ വന്ന് കൂടിയാൽ മാത്രം മതി. എത്രയൊക്കെ ബിസി ഡേ ആണെങ്കിലും നമ്മൾ വെള്ളം കുടിക്കാൻ ഒരിക്കലും സ്കിപ്പ് ആക്കരുത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവലിലേക്ക് കുറച്ച് എരിവുള്ള മിക്സ്ചർ ഇട്ട് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ ഉച്ച കഴിയുമ്പോൾ എപ്പോഴും പിള്ളേരെ കളിക്കാനായിട്ട് വരും. നമ്മുടെ കൊച്ചച്ഛൻ്റെ പേരപ്പൻ്റെ ഒക്കെ തന്നെ പിള്ളേരൊക്കെ തന്നെയാണ്. മൂടുള്ള ദിവസമാണെങ്കിൽ ഞാനും കളിക്കാൻ കൂടാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ കൂടിയില്ല. എൻ്റെ സ്നാപ്ചാറ്റ് കണ്ടതോടെ ഇവരാണെങ്കിൽ എനിക്ക് സ്വയം തരുന്നില്ല. പിന്നെ ഇവർക്ക് 2 ഫിൽറ്ററൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിലുള്ള ദിവസം ചായ ഇടുന്ന ഡ്യൂട്ടി എനിക്ക് തന്നെയാണ്. ഇന്ന് ഞാൻ ചെറുതായിട്ട് ഒരു ട്യൂഷൻ ടീച്ചറും കൂടെയാണ്. അപ്പൊ എന്റെ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെ വൈകുന്നേരം ഇരുത്തി പഠിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മഴ അങ്ങോട്ട് തുടങ്ങി. ഇപ്പോഴൊന്നും അല്ലായിരുന്നു, കുറച്ചുകൂടെ വൈകി കഴിഞ്ഞപ്പോൾ ഭയങ്കര സീൻ മഴയായിരുന്നു. മഴ വന്നാൽ നമ്മൾ പക്രൂനെ എടുത്ത് സിറ്റ് ഔട്ടിൽ കെട്ടാറാണ് പതിവ്. മഴ കാരണം പിള്ളേര് പോയപ്പോൾ തന്നെ 7 മണി ആകാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ കറി, അതായത് ഞാൻ സ്പോട്ടിൽ കണ്ടുപിടിച്ചൊരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സവാള കൂട്ടിയും ബീൻസ് കുറച്ചുമാണ് ഈ കറി ഉണ്ടാക്കിയത്. പിന്നെ ഒരു മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടില്ല, പകരം മല്ലിപ്പൊടിയാണ് ഇട്ടത്. ഞാൻ ഇത്രയും നാളും വെച്ചത് ഈ കറി എനിക്കൊരു ഫേവറേറ്റ് ആയിട്ട് തോന്നി. ഇനി ഇവൻ കിഴങ്ങ് മെഴുക്കുവരട്ടി വെട്ടിക്കോ എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. ബൈ.